ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മ്യൂലേണിലെ ലെവൽ 3 ടാസ്ക് നമ്പർ 3 ചെയ്യാനുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ ദ ടാസ്ക് ഇസ് GitHub Basics. ഈ ടാസ്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഏൺ 200 karma points. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ വീഡിയോ, ഐ വോണ്ടഡ് ടു ഗിവ് യു പീപ്പിൾ എ സ്മോൾ അപ്ഡേറ്റ്. നമ്മൾ ഇതുവരെ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്കോഡിൽ പോയി അവിടെ ലെവൽ 1 ഇൻഫോ, ലെവൽ 2 ഇൻഫോ, ലെവൽ 3 ഇൻഫോ അങ്ങനത്തെ ചാനൽസിൽ നിന്നാണല്ലോ നമ്മൾ ടാസ്ക് ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മ്യൂലേണിൽ ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വി ഹാവ് മെയ്ഡ് തിങ്സ് ഈസിയർ. ഇനി തൊട്ട് നമുക്ക് നമ്മുടെ മ്യൂലേണിൻ്റെ തന്നെ വെബ്സൈറ്റിലെ ഡാഷ്ബോർഡ് യൂസ് ചെയ്ത് വി ക്യാൻ നാവിഗേറ്റ് ടു ഈച്ച് ആൻഡ് എവറി ടാസ്ക്. സോ ഹോൾ പ്രോസസ് ഇസ് ഗെറ്റിംഗ് എ ലോട്ട് മോർ സിമ്പിൾ. സോ അങ്ങനെ ടാസ്ക് ആക്സസ് ചെയ്യാനുള്ള മെത്തേഡും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരാം. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഗോ ടു ഗൂഗിൾ, സെർച്ച് ഫോർ മ്യൂലേൺ, ദെൻ ഗോ ടു യുവർ ഡാഷ്ബോർഡ്. ഞാനിവിടെ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. ഇൻ കേസ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ് സംതിങ് നെയിംഡ് മ്യൂ ജേർണി ഓൺ ദി ലെഫ്റ്റ് പാനൽ. ആ മ്യൂ ജേർണി ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിയർ യു വിൽ ബി ഏബിൾ ടു സീ ഓൾ ലെവൽ 1 ടാസ്ക് ആൻഡ് വെൻ യു സ്ക്രോൾ ഡൗൺ യു വിൽ ബി ഏബിൾ ടു സീ ലെവൽ 2 ടാസ്ക് ആൻഡ് റൈറ്റിലോട്ട് പോകുമ്പോൾ മോർ ടാസ്ക് വിൽ ബി വിസിബിൾ ഫോർ യു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടാസ്ക് ഇസ് അണ്ടർ ലെവൽ 3. അവിടെ ഇൻട്രൊഡക്ഷൻ ടു GitHub എന്ന 3rd ടാസ്ക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിക്ക് ഓൺ വ്യൂ and you will be getting a window like this. അവിടെ ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് you will be provided with a GitHub link. ആ ലിങ്കിലോട്ട് നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ റീഡ് മീ ഫയൽ. അതിൽ നമ്മുടെ ടാസ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് ആയിരിക്കും നമ്മൾ ഇനി ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ടാസ്ക് ചെയ്തു തുടങ്ങാനായിട്ട് ഈ റെപ്പോയെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ GitHub അക്കൗണ്ടിലോട്ട് ഫോക്ക് ചെയ്യണം. ഫോക്ക് ബേസിക്കലി മീൻസ് ടു കോപ്പി സംതിങ്. സോ ഇവിടെ ഫോർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോക്ക് ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ വിൻഡോ ലൈക്ക് ദിസ്. ഇനി ഇവിടെ ആ റെപ്പോസിറ്ററി നെയിം ഇസ് ഓപ്ഷണൽ. യു ക്യാൻ എയ്തർ ചേഞ്ച് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് യുവർ വിഷ്. അത് കഴിഞ്ഞ് അവിടെ ഗ്രീൻ കളറിൽ ക്രിയേറ്റ് ഫോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് റെപ്പോ ഇസ് നൗ ഫോക്ക് ടു യുവർ GitHub അക്കൗണ്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോക്കായ റെപ്പോയിൽ യു വിൽ ഫൈൻഡ് എ ടാബ് നെയിംഡ് സെറ്റിങ്സ്. മുകളിൽ അവിടെ സെറ്റിങ്സ് ടാബിലോട്ട് പോവുക. അവിടെ ലെഫ്റ്റ് പാനലിൽ വെൻ യു സ്ക്രോൾ ഡൗൺ യു വിൽ ഫൈൻഡ് എൻ ഓപ്ഷൻ നെയിംഡ് പേജസ്. ആ പേജസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നൗ അണ്ടർ ദാറ്റ് യു വിൽ ഫൈൻഡ് സംതിങ് നെയിംഡ് ബ്രാഞ്ചസ് ആൻഡ് അതിൻ്റെ താഴെ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ബ്രാഞ്ച് വിൽ ബി സെലക്റ്റഡ് ആസ് നൺ. ഇനി അത് ചേഞ്ച് ചെയ്ത് മെയിൻ കൊടുക്കുക ആൻഡ് ഗിവ് സേവ് ഓപ്ഷൻ. ഇനി നിങ്ങൾ ജസ്റ്റ് ആ പേജിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ ലൈവ് സൈറ്റിൻ്റെ ലിങ്ക് അവിടെ വിസിബിളായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML വെബ്സൈറ്റിൽ നമ്മുടെ ഒരു പേഴ്സണലൈസേഷന് വേണ്ടിയിട്ട് വി ആർ ഗോണ ആഡ് ആർ നെയിം ടു ദാറ്റ് സൈറ്റ്. അതിനായിട്ട് ഗോ ബാക്ക് ടു യുവർ GitHub റെപ്പോ. അവിടെ യു വിൽ ഫൈൻഡ് എ ഫയൽ നെയിംഡ് index.html. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ എഡിറ്റ് ഫയൽ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ നാവിഗേറ്റ് ടു ദ 96th ലൈൻ. അവിടെ 96th ലൈനിൽ ആ GitHub പേജസിൻ്റെ അവിടെ ബൈ എന്നിട്ട് ആഡ് യുവർ നെയിം. ഇവിടെ ഐ ആം ആഡിങ് മൈ നെയിം. ഇനി നമ്മൾ ഈ ചെയ്ത ചേഞ്ചസ് നമ്മുടെ വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് പോവുക ആൻഡ് ഗിവ് കമ്മിറ്റ് ചേഞ്ചസ്. അവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ് മെസ്സേജ് ചോദിക്കും. ഇഫ് യു വോണ്ട് യു ക്യാൻ അപ്ഡേറ്റ് എനിത്തിങ് ദെയർ ആൻഡ് ദെൻ അഗെയിൻ ക്ലിക്ക് ഓൺ കമ്മിറ്റ് ചേഞ്ചസ്. ഇപ്പോൾ നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇനി അത് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും സെറ്റിങ്സ് ടാബിൽ പേജസിൽ പോയാൽ ആ നമ്മുടെ ലൈവ് സൈറ്റിൻ്റെ ലിങ്ക് അവിടെ കാണും. ആ ലിങ്കിലൂടെ ഗോ വിസിറ്റ് യുവർ വെബ്സൈറ്റ്. അപ്പോൾ യുവർ വെബ്സൈറ്റ് വിൽ ബി ലുക്കിംഗ് സംവാട്ട് ലൈക്ക് ദിസ്. അപ്പോൾ യുവർ ടാസ്ക് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് ഈ ടാസ്കിൻ്റെ സബ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലൈവ് സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഡാഷ്ബോർഡിൽ പോയി ഈ ടാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നമുക്ക് സബ്മിറ്റ് യുവർ വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാസ്ക് ഡ്രോപ്പ് ബോക്സിൻ്റെ ചാനലിലോട്ട് നാവിഗേറ്റ് ചെയ്യും. അവിടെ അതിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന പോലെ #GE
-intro-2-github ഈ ഹാഷ്ടാഗും യൂസ് ചെയ്ത് അതിൻ്റെ താഴെ നിങ്ങളുടെ ഈ ലൈവ് സൈറ്റിൻ്റെ ലിങ്കും പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ യുവർ ടാസ്ക് ഇസ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. സോ വൺസ് യുവർ ടാസ്ക് ഇസ് സബ്മിറ്റഡ് ഒരു മോഡറേറ്റർ വന്ന് അത് മാനുവലി ചെക്ക് ചെയ്തിട്ട് യു വിൽ ബി അവോർഡഡ് ദ കമ പോയിൻറ്റ്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടാസ്ക്. ഇനിയും ഇതുപോലെ ടാസ്കിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഹാപ്പി ലേണിംഗ്.